എന്തൊക്കെയാണെങ്കിലും അമ്മ നല്ല ഹാപ്പി ആയല്ലോ. അതെന്തായിരുന്നു സംഭവം? പലരും പറഞ്ഞു കേട്ടല്ലോ. ആ എന്താ ഇവിടെ? ഒരു HBC കേസ് ഉണ്ടായിരുന്നില്ലേ, അത് ചേച്ചിയല്ലേ ഹാൻഡിൽ ചെയ്യുന്നത്? വർഷങ്ങളായിട്ട് കണ്ണില് മങ്ങലാണെന്ന് പറഞ്ഞിട്ടാണ് അവര് നമ്മുടെ അടുത്ത് വന്നത്. നമ്മളിവിടെ കണ്ണിന്റെ പരിശോധനയൊക്കെ നോക്കിയപ്പോ തിമിരാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഡോക്ടർ സർജറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവരിന്റെ മുന്നിലെത്തുന്നത്. ഞാനിങ്ങനെ സർജറിയുടെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അമ്മ ഒരു റിപ്പോർട്ട് എടുത്ത് എന്നെ കാണിച്ചു. ആ റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് HBC പോസിറ്റീവ് ആണെന്നും അവർ കുറേ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്, അവിടെ നിന്നൊന്നും സർജറി ചെയ്ത് കിട്ടിയിട്ടില്ല എന്നൊക്കെ. പിന്നെ അവര് നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി ഇരിക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അന്ന്. എന്തായാലും അവരെ നമുക്ക് നിരാശപ്പെടുത്തേണ്ടി വന്നില്ല. അപ്പൊ സർജറി പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? അത് നമ്മുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ പ്രത്യേക ടീം തയ്യാറായി, OT പ്രത്യേകമായി സജ്ജീകരിച്ചു. അതേപോലെ നമ്മൾ കൂടുതൽ സുരക്ഷാ നടപടികളൊക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ആ സർജറി ചെയ്തത്. എന്തായാലും ആ അമ്മയുടെ സർജറി ആലോചിക്കുമ്പോൾ ഇത്രയും നല്ലൊരു ടീമിന്റെ ഭാഗമായതിൽ എനിക്ക് അഭിമാനമാണ്.